പ്രതാപൻ ക്ഷണിക്കുകയാണ്. സമയമായി. വളരെ ഹൃദ്യമായ ഒരു കൂട്ടായ്മയാണത്. യഥാർത്ഥത്തിൽ ഇത് ഇന്ന് വേണോ എന്ന് ഞങ്ങളിടയ്ക്ക് ആലോചിച്ചപ്പോൾ പ്രതാപൻ തന്നെ പറഞ്ഞു, നമുക്ക് ഈ പുസ്തകം ഇന്ന് വിൽക്കുന്നതിൻ്റെ പണം ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്താലോ. ഞാൻ പറഞ്ഞാൽ നന്നായിരിക്കും. പക്ഷെ അദ്ദേഹം ഒരു കണ്ടീഷൻ പറഞ്ഞു, നമുക്ക് കഴിയുമ്പോൾ തന്നെ ഇവിടെ വെച്ച് തന്നെ കളക്ടർ വരുമോ എന്ന് എന്നോട് ചോദിച്ചു. അതുകൊണ്ട് കളക്ടർ വരും, ഇവിടെ വെച്ച് തന്നെ അത് കൈമാറണം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ്. യഥാർത്ഥത്തിൽ എഴുത്തുകാരൻ എഴുതി കഴിഞ്ഞാൽ തീർന്നു. ഈ അച്ചടിയും ബാക്കിയെല്ലാം പ്രസാധകൻ്റേതാണ്. അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് അതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഒരു പുസ്തകം എൻ്റെ മനസ്സിലുണ്ടാകാത്ത പുസ്തകമാണ്. കാരണം ഒരു സമാഹാരം എന്നുള്ളത് ഞാനങ്ങനെ ചിന്തിക്കാത്ത ദിവസമാണ്. പ്രതാപൻ നേരത്തെ നമ്മുടെ കോവിഡ് കാലത്തെ പ്രഭാഷണങ്ങൾ ഒരു പുസ്തകമാക്കണം എന്ന് പറഞ്ഞിരുന്നു. പിന്നെ അത് ഒന്ന് ചിന്തയും പിന്നെ വേറെ ഒരു സുഹൃത്ത് പറഞ്ഞപ്പോൾ അത് നിങ്ങളാക്കിക്കൊള്ളാൻ പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ആയാലോ, ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം അദ്ദേഹം പറഞ്ഞ പോലെ. പിന്നെ ഞാൻ നോക്കുമ്പോൾ ലേഖനങ്ങളും പുസ്തകവും എല്ലാം സമാഹരിച്ച് ഒരു പുസ്തകമായി തന്നെ പ്രതാപൻ എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. ഇത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇത്രയും പേജുണ്ടോ. അപ്പം അതിൽ എനിക്കിപ്പോഴും വേണ്ടത്ര നീതി പുലർത്താൻ പറ്റാത്തൊരു പുസ്തകമാണ്. കാരണം ആത്മാർത്ഥമായി ഒരു വായന നടത്തി എന്തെങ്കിലും കുറവുണ്ടോ എന്നൊന്നും ഞാൻ നോക്കിയില്ല. എല്ലാ ഉത്തരവാദിത്വവും പ്രധാനമാണ്. ഇപ്പോൾ ഇവിടെ സുധീർ പരാമർശിച്ച ഇൻഡെക്സ് അത് അദ്ദേഹം തന്നെ തയ്യാറാക്കിയതാണ്. ഒരു ഘട്ടത്തിൽ ഇടയ്ക്ക് നമ്മൾ സിസ്റ്റം നോക്കുമ്പോഴായിരിക്കും പണ്ട് എഴുതി ഏതെങ്കിലും കിടപ്പുണ്ടാവും. അപ്പോൾ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഇനി ഞാൻ ഇൻഡെക്സ് തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചേർക്കാൻ പറ്റില്ല കേട്ടോ, കാരണം ഓരോന്നും പേജിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറേ ലേഖനങ്ങൾ വരേണ്ടത് ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ട്. പപ്പേട്ടനെ കുറിച്ചുള്ളത്, അതുപോലെ മീരയുമായിട്ടുള്ള അഭിമുഖം നമ്മൾ അപ്പോഴേക്കും ഇത് ഇൻഡെക്സൊക്കെ ആയിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ആ ദൗത്യം പ്രതാപൻ നിർവഹിച്ചതാണ്. അപ്പോൾ ഈ പുസ്തകം ഈ രൂപത്തിൽ വന്നപ്പോഴല്ല പ്രതാപൻ ഇത് ഇത്രയും വില കൊടുത്തൊക്കെ ആളുകൾ വാങ്ങിക്കുമോ, വലിയ പുസ്തകമല്ലേ, നമുക്ക് 2 കോളി ആക്കി കൂടെ, അതൊന്നും കുഴപ്പമില്ല, അത് വായിക്കും, ആൾ വാങ്ങിച്ചോളും. അതാണിപ്പോൾ 100 പുസ്തകം ഇവിടെ വാങ്ങി എന്നുള്ളത് തന്നെ ആ സ്നേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ പ്രകടനം കൂടിയാണ്. ഇവിടെ ഇത് പ്രകാശനത്തിന് MA ബേബിയാണ്. അദ്ദേഹമാണ് എൻ്റെ ആദ്യത്തെ പുസ്തകത്തിന് ആമുഖം എഴുതിയത്. കൃഷ്ണയ്യർ സ്വാമിയാണത് പ്രകാശനം നടത്തി. സാനുമാഷുണ്ടായിരുന്നു, സുല്ലുണ്ടായിരുന്നു, ചുള്ളിക്കാടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാൾ ഈ പ്രസംഗം ലൈവ് കേട്ടിട്ടായിരിക്കും അന്നത്തെ നോട്ടീസ് ചിലരിതൊക്കെ ശേഖരിച്ച് വയ്ക്കുമല്ലോ. അപ്പോൾ 2002 ഒക്ടോബർ 4-ാം തീയതിയാണ് ഇപ്പോൾ ഒരാൾ അയച്ചത് അന്നത്തെ നോട്ടീസ് പ്രകാശനം നടത്തിയതിൻ്റെ. ഏകദേശം ഒരു 22 വർഷമായി ആദ്യത്തെ പുസ്തകം പ്രകാശനം നടത്തിയിട്ട്. ഫൈസാവിൻ്റെ അന്ന് പുലർത്തി അതേപോലെ തന്നെ ഇത്തരം ദൈക്ഷണികമായ ഇടപെടലുകൾക്ക് ഒരു ദിശ നൽകുന്നതിൽ അദ്ദേഹവുമായിട്ടുള്ള സംവാദങ്ങൾ, ഒന്നിച്ചുള്ള പ്രവർത്തനമെല്ലാം ഏറെ സഹായകരമാണ്. പുസ്തകം ഏറ്റുവാങ്ങിയത് സുനിലാണ്. ആദ്യം സുനിലിനെ ഉദ്ദേശിച്ചത്. അപ്പോൾ സുനിൽ ഒഴിവാക്കാൻ ഞങ്ങൾ ആദ്യം വേറൊരു തീയതിയാണ് കണ്ടത്. അപ്പോൾ പിന്നെ കൂട്ടിമുട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ മറ്റൊരു രീതിയിലേക്ക് മാറ്റി. അപ്പോൾ സുനിലിന് ഒരു അസൗകര്യം വന്നു. അപ്പോഴാണ് ബെന്യാമിൻ വരാമെന്ന് പറഞ്ഞത്. ബെന്യാമിന് പിന്നെ ഇന്ന് ലേയിലാണ്. അപ്പോൾ സുനിൽ ആ പരിപാടി കോഴിക്കോട് മാറ്റിയപ്പോഴാണ് ആദ്യം നിശ്ചയിച്ച പോലെ തന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് സുനിൽ തന്നെയാണ് അത് ഏറ്റുവാങ്ങിയത്. അദ്ദേഹം സൂചിപ്പിച്ച പോലെ ദീർഘകാലത്തെ ആത്മബന്ധം സുനിലുമായിട്ടുണ്ട്. നമ്മുടെ ദൈക്ഷണിക ജീവിതത്തെയും അത്തരം സൗഹാർദ്ദം വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി 17-ാം തീയതി ഞാൻ സുനിലിൻ്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നുണ്ട് പറവൂർ വെച്ച്. അതൊരു വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. അതോടൊപ്പം തന്നെ ബാക്കി ഓരോന്നിടത്തും ഞാൻ സൂചിപ്പിക്കുന്നില്ല. സാനുമാഷ് നമ്മുടെ ഒരു ഗുരുതുല്യനാണല്ലോ. ഞങ്ങൾ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ സ്നേഹവാത്സല്യം കൃഷ്ണയ്യർ സ്വാമിയും സാനുമാഷും ഒന്നിച്ച് ഞങ്ങൾ സദ്ഗമയിൽ ചെലവഴിച്ച സമയം, അന്ന് മുതലുള്ള ആ ഒരു സൂക്ഷിപ്പ് ഇപ്പോഴും മാഷിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇവിടെ പലരും ദേവിസഭ സൂചിപ്പിച്ചതുപോലെ എഴുതുമ്പോൾ നമുക്ക് മാതൃകയാക്കാവുന്ന, അതിനപ്പുറം മറ്റൊരാൾ അധികം ഇല്ല മലയാളത്തിൽ. അത്രയും ലളിതമായിട്ടാണ് ആശയം അവതരിപ്പിക്കുന്നത്. മാഷ്ക്ക് വളരെ ചെറുപ്പമായതുകൊണ്ട് ഇപ്പോഴും കാര്യങ്ങളെല്ലാം പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. അത്രയും ഇതിലാണ്
ഞാനപ്പോൾ ശ്രദ്ധിക്കരുത് പ്രസംഗം വന്ന് മാഷ് ഇരുന്ന് ശ്രദ്ധിക്കും. നമ്മളും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ശ്രദ്ധ പോവില്ലേ പ്രസംഗത്തിൽ നിന്നൊക്കെ. അപ്പം അത്രയും സൂക്ഷ്മതയോടെ ഓരോന്നിനെയും പിന്തുടരാൻ കഴിയുന്നു. മാഷിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ എപ്പോഴും എൻ്റെ പ്രവർത്തനത്തിനൊരു വഴികാട്ടിയാണ്. സുധീർ ഞാനായിട്ടുള്ളൊരു കടപ്പാടെന്നുള്ളത് ഈ SFI സംസ്ഥാന ചുമതലകളുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നിൽക്കുമ്പോഴാണ് മോഡേൺ ബുക്സിലേക്ക് പോവുക. അപ്പോൾ ഈ പുസ്തക കൂമ്പാരത്തിൽ നിന്ന് ഓരോന്നും തിരഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ തലക്കെട്ട് മാത്രം നോക്കി തിരഞ്ഞെടുത്ത് നമ്മൾ ചിലപ്പോൾ അപകടത്തിലാവും. അപ്പം നമ്മുടെ അഭിരുചികൾക്കനുസൃതമായ പുതിയ പുസ്തകങ്ങൾ വരുമ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഇങ്ങനെ ഒരു പുസ്തകം വന്നിട്ടുണ്ട് എന്നും ചിലപ്പോൾ അത് കൊടുത്തയക്കും. അന്ന് ചിലപ്പോൾ നമുക്ക് പൈസ അങ്ങനെ കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ തന്നെ പുസ്തകം കൊടുത്തയക്കും. ഇനി കുറച്ച് വില കൂടിയതാണെങ്കിൽ അതിൻ്റെ ഈ ബുക്ക് ഉണ്ടെങ്കിൽ PDF ഫോർമാറ്റ് കയ്യിലുണ്ടെങ്കിൽ അത് അയച്ച് നൽകും. അങ്ങനെ വായനയുടെ ഗതിവിധികളെ സ്വാധീനിച്ച വ്യക്തിത്വമാണ്. അപ്പോൾ അവരെല്ലാവരും മോഹന് ഞങ്ങളൊക്കെ അത് സൂചിപ്പിച്ചല്ലോ, ഒന്നിച്ച് പലതരം പ്രവർത്തിക്കാൻ ടീച്ചറും നല്ല ആത്മബന്ധം. അപ്പോൾ എല്ലാവരും ഒത്തുചേരുന്ന വേദിയിൽ സദസ്സിലുള്ളവരും എല്ലാവരും സൗഹൃദമുണ്ട്. വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ആളുകളും ചില അറിഞ്ഞു വന്നിട്ടുണ്ട്. ആരെയും നേരിട്ട് വിളിച്ചതല്ല, മെസ്സേജുകൾ വഴി വാട്സപ്പൊക്കെ വഴിയുള്ള അറിയിപ്പുകൾ വഴി വന്നവരാണ്. ഒരു ഘട്ടത്തിൽ പിന്നെ ആരും അറിയിച്ചില്ല ഈ സംഭവങ്ങൾക്ക് ശേഷം. എന്തായാലും ഇവിടെ പ്രകടിപ്പിച്ച നല്ല വാക്കുകൾക്ക് നന്ദി. ദിവസവും സംസാരിച്ചപ്പോൾ ഏംഗൽസിൻ്റെയും പ്രകൃതിയെയും എൻ്റെ ആദ്യത്തെ അപ്പോഴാണ് ഞാൻ ഓർത്ത് ആദ്യം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എഴുതിയ ലേഖനം ഉൾപ്പെടെ പരാമർശിക്കുകയുണ്ടായി. ഞാനിപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകം നമ്മൾ ഉദ്ദേശിക്കുന്ന വേഗതയിൽ ഒന്നിപ്പോൾ വായിക്കുമ്പോൾ ജോൺ ബെല്ലാരി ഫോസ്റ്ററിൻ്റെ പുതിയ പുസ്തകമാണ് റിട്ടേൺ ഓഫ് ദ നേച്ചർ. അദ്ദേഹത്തിൻ്റെ മനോഹരമായ പുസ്തകം സുണ്ടും ഞാനും പലവണ ചർച്ച ചെയ്തിട്ടുണ്ട്, മാക്സ് ഓൺ ഇക്കോളജി. അപ്പോൾ ജോൺ ബെല്ലാരി ഫോസ്റ്ററിൻ്റെ ആ പുസ്തകത്തിൽ ഒരു ആദ്യം മാർക്സും ഡാർവിനും തമ്മിലുള്ള ആദ്യത്തെ അധ്യായത്തിൽ മാർക്സ് മരിച്ചതിൻ്റെ പിറ്റേ ദിവസം അഡോൾഫ് സോക്സിന് എംഗൽസ് എഴുതിയ കത്തിൽ നിന്നുള്ളൊരു ഉദ്ധരണിയുണ്ട്. യഥാർത്ഥത്തിൽ ഇന്നലെ വയനാട് നിൽക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോയ ചില കുഞ്ഞുങ്ങളുണ്ട്. ഒരാൾ മാത്രം അവശേഷിച്ചിട്ടുള്ളൂ. ചിലത് കരയാൻ ആരും അവശേഷിക്കാത്തതുണ്ട്. അപ്പോൾ ഒരാൾ മാത്രം അവശേഷിച്ച അവരുടെ കയ്യിൽ നിന്നപ്പോൾ പെട്ടെന്ന് ഞാൻ ട്രെയിൻ യാത്രയിൽ വായിച്ചുകൊണ്ടിരുന്ന പെട്ടെന്ന് ആ ഏംഗൽസിൽ ഉദ്ധരിക്കുന്ന എപ്പിക്യൂറസിൻ്റെ വാചകമുണ്ട്. ഡെത്ത് ഈസ് നോട്ട് മിസ്ഫോർച്യുനേറ്റ് ഫോർ ഹിം ഹു ഡൈഡ് ബട്ട് ഫോർ ഹിം ഹു സർവൈവ്ഡ്. മരണം എന്നുള്ളത് മരിച്ച ആളെ സംബന്ധിച്ചുള്ള നിർഭാഗ്യമല്ല, ജീവിച്ചിരിക്കുന്നവർ അവശേഷിക്കുന്നവരെക്കുറിച്ച് അതിജീവിച്ചവർക്കാണ്. ഡെത്ത് ഈസ് നോട്ട് മിസ്ഫോർച്യുനേറ്റ് ഫോർ ഹിം ഹു ഡൈഡ് ബട്ട് ഫോർ ഹിം ഹു സർവൈവ്. അതിജീവിച്ചവർക്കാണ് അതൊരു. ഇപ്പോൾ ആ പ്രകൃതിയെക്കുറിച്ചുള്ള പുസ്തകമാണ് ഞാൻ മുഴുവൻ വായിച്ചിട്ട് തുടങ്ങിയേ ഉള്ളൂ. മനോഹരമായ പുസ്തകം. ഒരുപക്ഷെ കുറെ കൂടി ചർച്ച ചെയ്യപ്പെടാൻ ഇടയുള്ള സുനിലും ഒക്കെ നോക്കിയിട്ടുണ്ടാവും, ചർച്ച ചെയ്യപ്പെടാൻ ഇടയുള്ള പുസ്തകമാണ്. പിന്നൊന്ന് ഇപ്പോൾ ദർശനം ചിലത് ഇപ്പോൾ ഇവർ പറഞ്ഞല്ലോ, ഇപ്പോൾ മാർക്സിസം ഇതൊക്കെ എങ്ങനെ വായിക്കണോ, ഇതെന്തിനാ സമയം ചെലവഴിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു വർത്തമാനങ്ങൾ ഓരോന്നിൻ്റെയും പുറകെ വന്നെന്ന് വരാം. അപ്പം അടുത്തിടെ ഞാൻ തീർത്ത ഒരു പുസ്തകം ഇവിടെ പലരും വായിച്ചിട്ടുണ്ട്, തോമസ് പിക്കറ്റിയുടെ ടൈം ഫോർ സോഷ്യലിസം. അതാണ് പിക്കറ്റിയോട് ഏറ്റവും ഒരു വർഷമായിരുന്നു ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആമുഖത്തിൻ്റെ അധ്യായത്തിൻ്റെ തലക്കെട്ട് ലോങ് ലീവ് സോഷ്യലിസം. അതിൽ പിക്കറ്റി ആദ്യ വാചകത്തിൽ പറയുന്നത് 1990 ഒരാൾ എന്നോട് പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെയൊരു തലക്കെട്ടിൽ ഒരു പുസ്തകം എഴുതാൻ ഇടയുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കരുതുക ഒരു ബാഡ് ജോക്കാണത്. വളരെ ഒരു കറുത്ത തമാശ. ഇംഗ്ലീഷ് അത്രയും അങ്ങനെ ഒന്ന് എന്നൊക്കെ എഴുതാനെ കുറിച്ച് ആലോചിക്കാനേ പറ്റില്ല എന്നാണ് കരുതുക. തൻ്റെ 90കളുടെ കാലത്താണല്ലോ. പക്ഷേ പിന്നീടുള്ള അനുഭവങ്ങൾ എങ്ങനെ ക്യാപിറ്റലിസത്തിന് മനുഷ്യൻ്റെയും സമൂഹത്തിൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല, എങ്ങനെ അസമത്വം ശക്തിപ്പെടുന്നു, മാനവികത എങ്ങനെ അപ്രത്യക്ഷമാകുന്നു, ആ ഘട്ടത്തിൽ എന്താണൊരു ബദൽ. ഞാൻ ഈ വാർപ്പ് മാതൃകകളെല്ലാം പിക്കറ്റി എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ സോവിയറ്റ് മറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളല്ല. പക്ഷെ സോഷ്യലിസത്തിൻ്റെ ആ ദർശനം, മാർക്സിസത്തിൻ്റെ ദർശനം അതെങ്ങനെ പ്രസക്തമാകുന്നു എന്ന് പിക്കറ്റി ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് കുറെ കൂടി ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസക്തമാണെന്ന് കരുതുന്നു. ഈ പുസ്തകത്തിൻ്റെ എഴുത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതെല്ലാം എൻ്റേതാണ്. പ്രതാപൻ്റെ അസാമാന്യമായ ക്ഷമയും നിശ്ചയദാർഢ്യവുമാണ് ഇങ്ങനെ ഒരു പുസ്തകത്തിലേക്ക് എത്തിയത്. അതിന് അദ്ദേഹത്തോട് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ
ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പുസ്തകം വായിക്കുക, വിമർശിക്കുക. മാഷ് പറഞ്ഞ പോലെ അതിലെ ചില ആശയങ്ങൾ, മാഷ് സുനിലൊക്കെ പറഞ്ഞ പോലെ ചില ആശയങ്ങൾ സുധീറും പറഞ്ഞതുപോലെ കുറെ കൂടി വികസിപ്പിക്കാവുന്ന ആശയങ്ങളുണ്ട്. അത് സമയം കിട്ടുമ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ചെലവഴിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പ്രത്യേകം നന്ദി അജണ്ടയിലില്ലാത്തത് കൊണ്ട് ഇവിടെ സന്നിഹിതരായിട്ട് എല്ലാവർക്കും വ്യക്തിപരമായും നിങ്ങൾക്ക് കൂട്ടായ്മയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.